ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന ലാബ് അറ്റൻഡർ എക്സാമിൻ്റെ ഇംഗ്ലീഷും മാത്സും ആണ് നോക്കുന്നത്. ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് ദാറ്റ് ഹാസ് ബീൻ കറക്റ്റ്ലി ട്രാൻസ്ഫോംഡ് ഫ്രം ആക്റ്റീവ് വോയിസ് ടു പാസീവ് വോയിസ്. ഐ റൈറ്റ് എ ലെറ്റർ. ഏത് വെച്ച് തുടങ്ങേണ്ടത്? എ ലെറ്റർ വെച്ചാണ് തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഒറ്റ ഒരു സെൻറ്റൻസേ ഉള്ളൂ. അങ്ങനെ തന്നെ നമുക്ക് എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ മീ എഴുതാൻ സാധിക്കും. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് ഈസ് എ സിനോണിം ഫോർ വിവിഡ്. വിവിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരുന്നത്? സെയിം മീനിങ് വരുന്നത് വിവേഷ്യസ്. ചൂസ് ദ ആൻറ്റണിം ഓഫ് ദി വേർഡ് അർബൻ. അർബൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്? റൂറൽ അർബൻ. ഓപ്പോസിറ്റ് ഓഫ് എക്സസീവ്. എക്സസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളമായിട്ടുള്ളത്. അപ്പോൾ എക്സസീവിൻ്റെ ഓപ്പോസിറ്റ് ഏതായിരിക്കും? മോഡറേറ്റ്. റിസൈലൻറ്റിന് സിമിലർ മീനിങ്. റിസൈലൻറ്റ് മീൻസ് ഫ്ലെക്സിബിൾ. ഫ്രജൈലും മീനിങ് വീക്ക് തന്നെയാണ്. ബ്രിട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോകുന്ന തരത്തിലുള്ളത്, അതാണ് ബ്രിട്ടിൽ. To choose not to use a vote either in favor of or against something, either abstain. Which of the following sentence use correct subject verb agreement? either when the team plays well together. Identify the correct transformation of the following sentence from direct to indirect speech. Direct speech തന്നിരിക്കുന്നത് എന്താണ്? I will attend the meeting tomorrow, she said. She said that. ടുമോറോ എന്നുള്ളത് ഫോളോയിങ് ഡേയും വരും, നെക്സ്റ്റ് ഡേയും വരും. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാം. പിന്നെ വരുന്നത് വിൽ അറ്റൻഡ് എന്നുള്ളത് വുഡ് അറ്റൻഡ് എന്നാവും അല്ലേ? അപ്പോൾ എന്ത് വരും? ഷീ സെഡ് ദാറ്റ് ഷീ വുഡ് അറ്റൻഡ് ദ മീറ്റിംഗ്. ഷീ വുഡ് അറ്റൻഡ് ദ മീറ്റിംഗ് ദ ഫോളോയിങ് ഡേ. ഓപ്ഷൻ ബി ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ, ഐഡൻറ്റിഫൈ ദ പാർട്ട് ഓഫ് സ്പീച്ച് underline word in the sentence below. She danced gracefully in the spotlight during the performance. ഏതാ വരുന്നത്? ഗ്രേസ്ഫുള്ളി. എൽവൈയിൽ എൻഡ് ചെയ്യുമ്പോൾ ആഡ്വർബായിട്ടാണ് വരുന്നത്. ഡാൻസിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ട്ലി ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ആഡ്വർബായിട്ട് വരില്ല, അത് അഡ്ജക്റ്റീവായിട്ടേ വരത്തുള്ളൂ. അങ്ങനെയുള്ള കുറച്ച് വേർഡ്സ് ഉണ്ട്. അതുകൊണ്ട് എല്ലാ എൽവൈയും നമുക്ക് ആഡ്വർബാണെന്ന് പറയാൻ പറ്റില്ല. യു ഹാവ് ഫിനിഷ്ഡ് യുവർ ഹോംവർക്ക്. എന്ത് വരും? ഹാവ് പ്ലസ് V3 വരും. അല്ല, ഹാവ് പ്ലസ് നോട്ട് വരും. അപ്പോൾ ഹാവ് ഇൻറ്റ് യു. ഓപ്ഷൻ എ ആണ് വരുന്നത്. നെക്സ്റ്റ് മലയാളത്തിലേക്ക് പോവുക. ഉചിതമായ സ്ഥിതി എന്താണ്? ഔചിത്യം. ഉചിതമായ സ്ഥിതി, ഔചിത്യം. ഋതം എന്ന പദത്തിൻ്റെ വിപരീത പദം അനിഋതം. ഋതം എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം, അനിഋതം കള്ളം. 4, 5 എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് 4, 5 ചേർത്ത് എഴുതുക. കൽ പ്ലസ് മതം കന്മതം. ഏതാ? ഓപ്ഷൻ ഡി. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന ആശയം വരുന്ന മലയാളം ചൊല്ല് ഏതാണ്? സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. താഴെ പറഞ്ഞത് സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം. സലിംഗം എന്ന് പറയുമ്പം ഒരാളോ ഒന്നെങ്കിൽ സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാർ, ഒറ്റ ലിംഗം മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻ ഏതാണ് വരുന്നത്? അധ്യാപികമാർ. കച്ചകെട്ടുക എന്ന പ്രയോഗത്തിൻ്റെ ആശയം സന്നദ്ധനാവുക. അലയാഴി, അല പ്ലസ് ആഴി. ഓപ്ഷൻ ബി. തലമുടി എന്ന അർത്ഥം വരാത്ത പദം. കുന്തളം തലമുടിയാണ്, ചായൽ തലമുടിയാണ്, കുഴലും തലമുടിയാണ്. തുഹിനമാണ് വരുന്നത്. തുഹിനം എന്ന് വെച്ചാൽ നിലാവ്, അങ്ങനെയുള്ളൊരു മീനിങ് ആണ് തുഹിനത്തിന് വരുന്നത്, തലമുടി അല്ല. താഴെ കൊടുത്തിരിക്കുന്നത് ശരിയായ പദങ്ങൾ ഏത്? ഉത്തരവാദിത്വം, കൃതജ്ഞത. അപ്പോൾ 1, 3 ശരിയാണ്. നിങ്ങൾക്കിത് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.